ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും പൊട്ടാഷ്യം ഒക്കെ അടങ്ങുന്ന ഒരു സൂപ്പർ ഫുഡാണ് കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ചീമച്ചക്ക പുഴുക്കും നല്ലൊരു ചമ്മന്തി കണ്ടു നോക്കാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ ആദ്യം ചീമച്ചക്ക പുഴുകുന്നത് ഒരുപാട് പേർക്ക് അറിയാവും, എന്നാലും കാണിക്കുകയാണ്. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. ഒരു മൺചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ചീമച്ചക്ക ഇതേപോലെ കട്ട് ചെയ്തേക്കുകയാണ്. അപ്പോൾ ഇവിടെ ചീമച്ചക്കയുടെ നടുക്കൊരു ഹാർഡായിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്, അത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ ചീമച്ചക്കയിലേക്ക് കുറച്ച് പാല് ചേർക്കാം. തേങ്ങാപ്പാലാണ്. ഇവിടെ ഞാൻ തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. നമുക്കിതിനകത്ത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുക്കുക. ആ തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് തേങ്ങാപ്പാൽ. അപ്പം ഇത്ര ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ വെള്ളത്തിൽ വേണമെങ്കിലും കുക്ക് ചെയ്യാം. എൻ്റെ അമ്മയൊക്കെ ചീമച്ചക്ക പുഴുങ്ങുന്ന എപ്പോഴും ആവിയിലാണ് പുഴുങ്ങുക, ഇങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കാറില്ല. പല രീതിയിലും നമുക്ക് ചീമച്ചക്ക വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ചീമച്ചക്ക വേവാൻ ആവശ്യത്തിനുള്ള നമ്മൾ വെള്ളം ചേർത്താൽ മതി, കുറച്ച് ചേർത്താൽ മതി. പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ് ചീമച്ചക്ക. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ നല്ലതായിട്ട് തിള വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിവിടെ തേങ്ങാപ്പാൽ തന്നെ ചേർത്തല്ലോ, അതിന് പകരം നിങ്ങൾക്ക് ഈ അരമുറി തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ചെറുതായിട്ടൊന്ന് പിരിയിട്ട് തേങ്ങയോട് കൂടെ വേണമെങ്കിലും ഇടാം. ഞാൻ പക്ഷേ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും തേങ്ങാ പീരയായിട്ട് അവസാനം ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ സെപ്പറേറ്റായിട്ട് ഇവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇടാനായിട്ട്. ഇവിടെ ചീമച്ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ പറ്റാനായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പീര നന്നായിട്ടിടുക. ഓക്കെ, വെള്ളമൊക്കെ പറ്റി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. തേങ്ങാപ്പീര ഇടുന്നതും നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. കൂടുതൽ തേങ്ങാപ്പീര ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിച്ചിടാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങാപ്പീര ചേർത്തിട്ടുണ്ട്. ചീമച്ചക്ക പുഴുക്ക് റെഡിയാണ്. ഈ ഒരു തേങ്ങാപ്പീരയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ചമ്മന്തിയും കൂടെ വരുമ്പോഴത്തേക്ക് എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ഇത് ഞാൻ സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ്. ഈ ചീമച്ചക്ക പുഴുക്കിൻ്റെ കൂടെ ഞാൻ എപ്പോഴും സെർവ് ചെയ്യാറുള്ളത് കാന്താരി ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അതിൽ കൂടുതലും എടുക്കാം. ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം പുളി, വാളംപുളിയാണ്. കാന്താരി നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഉപയോഗിക്കാം. പക്ഷെ നല്ല എരിവായിട്ടാണ് ചീമച്ചക്ക പുഴുക്ക് തിന്നാൻ രസം. ഞാൻ ഇത്രയും ചേർക്കുകയാണ്. കാന്താരിക്ക് പകരം പച്ചമുളക് വെള്ളം ചേർക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇത് അരകല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചതച്ച് ഒതുക്കിയെടുക്കുന്ന എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഇടിച്ച് വേണേലും ചെയ്യാം. മിക്സിയിലിട്ട് അരച്ച് പോകുമ്പോൾ വല്ലാണ്ട് അരയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒത്തിരി അരഞ്ഞു പോയി കഴിഞ്ഞാൽ കഴിക്കാൻ രസമില്ല. എപ്പോഴും ഇച്ചിരി പീസസ് ഉണ്ടാവണം. മിക്സിയിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പൾസ് ചെയ്ത് എടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരയാതെ ഈ ഒരു പരുവത്തിലെടുത്തേക്കുന്നത്. ബോളിലേക്ക് ഇടാം.
അതേ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇതിപ്പോൾ ഈ ഒരു അയവിലാണ് എടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് ഈ ഒരു അയവിലെടുത്തു. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണയോടെ ചേർക്കാം. ആ എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഈ ഒരു ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ കടച്ചക്ക പുഴുക്കിൻ്റെ കൂടെ. അപ്പോൾ ചമ്മന്തിക്ക് ഞാൻ 3/4 ടീസ്പൂൺ ആദ്യം ഇട്ടെങ്കിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് ചമ്മന്തി സെർവ് ചെയ്യുക. അപ്പോൾ കടച്ചക്ക പുഴുക്കും കാന്താരി ചമ്മന്തി റെഡിയാണ്. നല്ലൊരു ഹെൽത്തിയർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കടച്ചക്ക, വളരെ ഗുണമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു കോമ്പിനേഷൻ എക്സലൻ്റ് ആണ്. ഒത്തിരി എരിവ് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇച്ചിരി തൈരൂടെ ചേർത്തും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.